സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ ഹൊറർ സ്റ്റോറീസ് പറഞ്ഞു തുടങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ എന്നോട് ബ്ലാക്ക് മാജിക്കിന്റെ സ്റ്റോറീസ് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പലതും നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിൽ ഇങ്ങനത്തെ റിച്വൽസ് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാണ്ടാവുമല്ലോ. നമ്മൾ ഇമാജിനേഷന്റെ ബിയോണ്ട് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. ആ കഥകളെല്ലാം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാൻ ഐ നോട്ട് ബ്രേവ് ഇനഫ് ടു ഷെയർ അങ്ങനത്തെ സ്റ്റോറീസ്. ഞാൻ ഇപ്പൊ പറയുന്ന കഥയും അങ്ങനത്തെ ഒരു കഥയാണ്. പക്ഷെ ഇതിൽ അത്രയും ഭയങ്കരമായിട്ടല്ല. ഈ കഥയിലെ ക്യാരക്ടറിനെ നമുക്ക് ഐഷ എന്ന് വിളിക്കാം. ഐഷയുടെ വീട്ടില് ഉമ്മയും ഉപ്പയും പിന്നെ ഒരു ബ്രദർ, വലിയ ബ്രദറും പിന്നെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയാണ് ഉള്ളത്. ഇവരുടെ വീട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം, എന്നാലേ കഥയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ കയറി പാട് സിറ്റൗട്ടിൽ കയറി ഹാളിൽ കയറി പാട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു റൂം ഉണ്ട്. അതാണ് ഇവളുടെ റൂം. പിന്നെ ഒരു റൂമാണുള്ളത്, അവിടെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും പിന്നെ ഈ ബ്രദറുമാണ് കിടക്കല്. ഉമ്മയും ഉപ്പയും ഹാളിലാണ് കിടക്കല്. അങ്ങനെയാണ് റൂം ഉള്ളത്. ഇതൊക്കെ നമ്മുടെ കഥ കാര്യമായിട്ട് നടക്കുന്നത് ഇവളുടെ റൂമിലാണ്. ഈ കഥ തുടങ്ങുന്ന ദിവസം ഈ കുട്ടി ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളുടെ കുറെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആളുടെ റൂമിലുണ്ട്. കുറെ ഫ്രെയിംസും കാര്യങ്ങളും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ കഥ തുടങ്ങുന്ന ദിവസം ഒരു രാത്രി 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ കിടന്ന പാടന്നെ ഇവർക്ക് എല്ലാ ദിവസവും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു പേടിയും ഭയങ്കര ആരുടെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ റൂമിൽ തോന്നുക. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുന്നതാണ്, എന്തോ ലൈക്ക് നെഗറ്റീവായി തോന്നുമല്ലോ. അങ്ങനെ ഇവിടെ വേഗം എണീച്ച് വാതിൽ ഫുള്ളങ്ങ് തുറന്ന് വെച്ച് ഹാളിൽ തന്നെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറങ്ങി ഓടാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി ഇവിടെ കടന്ന് കുറച്ച് സമയമായിട്ട് തന്നെ ഇവിടെ റൂമിലുള്ള ഫ്രെയിംസ് ഉണ്ടല്ലോ ഒക്കെ വഴിക്കങ്ങ് ചാടി. ഭയങ്കര സൗണ്ടിലാണ് ഈ ഫ്രെയിംസ് ചാടിക്കുന്നത്. അതും ഓർഡറിൽ നമ്മൾ ഇത് കട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ്. കുറെ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഒരുമിച്ച് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വേഗം എണീച്ച് ലൈറ്റ് ഇട്ട് ഹാളിന്ന് ഉപ്പയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് വന്ന് അങ്ങനെ ഉപ്പയെ ഇവിടെ റൂം ആകെ നോക്കി എന്തെങ്കിലും സംഭവം ഉണ്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വിചാരിച്ചു ഫ്രെയിം അല്ലേ വെച്ചത് മാറിയാലും ചാടുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉണ്ടെങ്കിലും ഇവിടെ ഉമ്മാമ ഇവിടെ ചീത്താറുണ്ട്, ഫ്രെയിമൊന്നും അങ്ങനെ റൂമിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് ഈ മുസ്ലിം ഫാമിലീസിൽ ഉമ്മാമാരൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മുടെ റൂമിലൊന്നും ഫ്രെയിം ഒന്നും വെക്കാനായിരിക്കൂല, പ്രത്യേകിച്ച് മുകളുള്ള ഫ്രെയിം ഒന്നും വെക്കാനായിരിക്കൂല. അവര് പറയാ ഏഞ്ചൽസ് വരൂല റൂമുക്ക്, മലക്ക് എന്നൊക്കെ പറയും, മലക്ക് വരൂല റൂമുക്ക്. അങ്ങനെ ചീത്തായും ഫ്രെയിമെല്ലാം വെച്ച ചീത്തായും. അങ്ങനെ ഇവിടെ ഉമ്മാമയും ചീത്താറും. എന്നിട്ട് അവള് വിചാരിച്ചു ഇനി അങ്ങനെ എങ്ങാനും ആണോ, കാരണം ഇവർക്ക് ഓൾറെഡി ഉള്ളിലൊരു നെഗറ്റീവ് തട്ടിയിട്ടുണ്ട്. ആ ഒരു പെട്ടെന്ന് ആ ടൈമിൽ ഉണ്ടായ പേടിയും ഫ്രെയിമും മൊത്തം ചാടുന്നതും ഒക്കെ ഒരു നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിലും അവളിങ്ങനെ അവളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ആവില്ല, എന്നിട്ട് ഫ്രെയിം വെച്ചാൽ തെറ്റിയതോ അല്ലെങ്കിൽ ഉമ്മാമ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഒഴിവാക്കി വിട്ടു. പിറ്റേ ദിവസം ഒരു മഗ്‌രിബൊക്കെ ആയപ്പോഴാണ് ശരിയായ കഥകൾ തുടങ്ങുന്നത്. അതായത് ഉമ്മ എന്തോ സാധനം റൂമിൽ കൊണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ റൂമിൽ കൊണ്ടേച്ച പാടെ റൂമിൽ ആരോ ഉണ്ട്, ബെഡിന്റെ സൈഡിലായിട്ട് ആരോ ഇരിക്കുന്നുണ്ട്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബ്രദർ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ അത് മൈൻഡ് ചെയ്തില്ല, അതായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ ആ സാധനം കൊണ്ടേ വെച്ച് റൂമിൽ നിന്ന് കറങ്ങി പോകുന്നത്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നുന്ന ചോക്ലേറ്റ്സോ മിഠായികളോ എന്തെങ്കിലും റൂമിൽ വെക്കുന്ന ഒരു ശീലുണ്ട് ഇവർക്ക് തിന്നാൻ വേണ്ടി. അതെങ്ങാനും ബ്രദർ കണ്ടിട്ട് എടുത്ത് കഴിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് നോക്കാനിത്. അങ്ങനെ ഇവിടെ റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്ന പാടെ ഒരു മുന്നിൽ തന്നെ സിറ്റൗട്ടിന്റെ അങ്ങോട്ടൊക്കെ നോക്കിങ്ങാണ്ട് ബ്രദർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നെയ്ബേഴ്സിനോട് ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവിടെ ഇത് കണ്ട പാടിനെ തിരിഞ്ഞു നോക്കി റൂമിൽ ആരാന്നുള്ളത്. ഇവിടെ ഇങ്ങനെ നോക്കിയ പാടെ ബെഡിന്റെ ഒരു സൈഡിലായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ചെക്കന്, ഒരു മെലിഞ്ഞിട്ടുള്ള ചെക്കന്, മനുഷ്യന്റെ അതേപോലെയാണ് പക്ഷെ ഫുഡൊന്നും കഴിക്കാണ്ട് പറ്റും മെലിഞ്ഞു പോയിട്ടുള്ള ഒരു ക്രിയേറ്റർ, മുടിയില്ലാഞ്ഞിട്ടാണ് ചെക്കനെ പോലെ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇതെന്തോ സംഭവം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഇതിനെ കണ്ടിങ്ങനെ ഷോക്കായി ഇതെന്ത് സാധനം എന്നുള്ള പോലെ നോക്കുന്നത്. ഇവിടെ നോക്കാൻ തുടങ്ങിയതും ഇത് ഇവിടെ നോക്കാൻ തുടങ്ങിട്ടോ. ഇതിന്റെ മൊത്തം എന്തെങ്കിലും ഇതുപോലെ തന്നെ ഒരു ഷോക്കാണ് ഉള്ളത്. മനുഷ്യന്മാരെ കൊല്ലം തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. കുറച്ച് പേടി തോന്നുന്ന ഒരു ക്രിയേറ്റർ. ഇവിടെ ഇത് പറയാൻ വേണ്ടി ബ്രദറിന്റെ മുഖത്ത് നോക്കി തിരിച്ചു നോക്കിയതും റൂമിലൊരു സംഭവമല്ല, റൂമിൽ ആകെ നോക്കി ഒന്നും കാണാനില്ലേ. അപ്പൊ ഇവിടെ വേഗം കിച്ചണിലാണ് ഉമ്മ ഉള്ളത്. നേരെ ഉമ്മാന്റെ അടുത്ത് പോയിനാട് ഇങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ റൂമിൽ നിന്ന് കണ്ടെന്ന് പറഞ്ഞു. ഉമ്മൊക്കെ വന്നവരെല്ലാരും റൂമിൽ നോക്കി, അവിടെ നിന്ന് ഒന്നുമില്ല. അങ്ങനെ ഇവരെല്ലാരും റൂമും വീട് ആകെ ചെക്ക് ചെയ്ത് വീട്ടിൽ അങ്ങനെ ഒരു സംഗതിയല്ല കേട്ടോ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ് നിനക്ക് തോന്നിയതായിരിക്കും, ജസ്റ്റ് ഒറ്റ കാണലേ ഉള്ളല്ലോ കണ്ടിട്ടുള്ളത്. ഇവിടെ ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവരൊക്കെ പറഞ്ഞപ്പോ ഇവളും ലൈക്ക് നമ്മളെ മൈൻഡിനെ റെഡിയാക്കുമല്ലോ സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വിചാരിച്ചു ഓക്കെ തോന്നിയതായിരിക്കും, ഒറ്റ പ്രാവശ്യമല്ലേ കണ്ടത്. കുറെ പ്രാർത്ഥിക്കൊക്കെ ചെയ്ത് അന്ന് രാത്രി പിന്നെ ഈ റൂമിൽ തന്നെയാണ് ഇവള് കിടക്കുന്നത്. ആളുടെ ഉപ്പാടും ഉമ്മാടിയും കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ അയക്കൂല, റീൽസ് ഒന്നും കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഇവള് ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിങ്ങാണ്ട് റൂമിൽ തന്നെ കിടക്കുന്നത്. ഫോൺ സ്ക്രോൾ ചെയ്യാലോ റീൽസ് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഇവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞ പാട് ഇവിടെ കണ്ണ് തുറന്ന് നോക്കിയതും റൂമിൽ നിലാവിന്റെ വെളിച്ചുണ്ട് കേട്ടോ. കർട്ടനെല്ലാം നീക്കി വെച്ചിട്ടാണോ ആദ്യം കിടന്നിട്ടുള്ളത്. അപ്പൊ ഒരു ചെറിയ വെളിച്ചുണ്ട് റൂമില്. അങ്ങനെ ഇവിടെ കണ്ണു തുറന്ന് നോക്കിയതും ഇവിടെ ഫേസ് ചെയ്തിട്ടാണ്ട് ബെഡിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇവിടെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യനുണ്ട് നിൽക്കുന്നത്. ചെറിയ വെളിച്ചത്തിലാണ് എന്തെങ്കിലും ഇതിന് കറക്റ്റ് ഇവിടെ മുന്നേ കണ്ടുകൊണ്ട് ഇതിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതാണ് എന്നുള്ളത്. അങ്ങനെ ഇവിടെ കണ്ടു വന്നത് ഇവിടെ മുന്നിൽ തന്നെ ഇത് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വേഗം കൈ കൊണ്ട് ഫോൺ എടുത്ത് ഫ്ലാഷ് ഓണാക്കി റൂം മൊത്തം നോക്കി. റൂമിലൊരു സംഗതിയില്ല കേട്ടോ. ആൻഡ് ഇതിന്റെ മുഖം ഫസ്റ്റ് കണ്ട സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പേടിച്ച് ഷോക്ക് ആയിട്ടുള്ള ഒരു മുഖമായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇതിനെ കാണുമ്പോൾ ഇത് ഭയങ്കര ദേഷ്യത്തോടെ ഇവിടെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കൂലെ, അങ്ങനെയാണ് മുഖം നിൽക്കുന്നത്. ഇത് നടക്കുന്നത് രാത്രി കുറച്ച് ആയിട്ടാണ് കേട്ടോ. ഈ ടൈമിൽ ഇവിടെ ഹാളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് ഫോൺ സ്ക്രോൾ ചെയ്ത് പറഞ്ഞാൽ ഒരു ചീത്ത കിട്ടും. കാരണം ഇവിടെ ഈ രാത്രി റീല്
പഠിക്കുന്നതിന് നമുക്ക് വീട്ടിൽ നല്ല ചീത്തട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പാടെ അടുത്ത് ചീത്തിട്ട് വിചാരിച്ച് ഇവിടെ റൂമിൽ തന്നെ ഫ്ലാഷ് ഓണാക്കി അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ചേ. അതിന്റെ പിറ്റേ ദിവസം ഇവിടെ എല്ലാവരോടും പറഞ്ഞു ഇപ്പൊ ഞാൻ രാത്രി റൂമിൽ നിന്ന് ഇങ്ങനെ കണ്ടു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവരൊക്കെ പാതിരാത്രി വരെ ഫോണുമ്പോൾ കഴിച്ചിരുന്നിട്ടാണ് ഓരോന്ന് കണ്ട് പേടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് ലൈക്ക് നമ്മൾക്കൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചീത്ത ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിവാക്കി വിട്ടുവരും. ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇവരാരും അത് വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. ഇവിടെ പേടിച്ചിട്ട് ഓരോന്ന് കാണുന്നതാണ് ഓരോന്ന് തോന്നുന്നതാണ് എന്നുള്ളതൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഇവിടെ ഇതേമാതിരി ഫ്ലാഷ് ഓൺ ആക്കി രണ്ടിന്റെ നേരം വിളിപ്പിച്ച് ഇവിടെ ഈ ക്രിയേച്ചറിനെ കാണുന്നത് രാത്രി കുറെ ടൈം റീൽസ് സ്ക്രോൾ ചെയ്തിനാണ്ട് പിന്നെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉപ്പാടെ അടുത്തുനിന്ന് ചീത്ത കിട്ടുന്ന വിചാരിച്ചാണ് ഇവിടെ ഹാളൊക്കെ ഓടാത്തത്. ആൻഡ് ഈ ടൈമൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലായി ഇരുട്ടത്തെ ഇതിന് കാണുന്നുള്ളൂ, ലൈറ്റ് ഉള്ള ടൈമിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് മഗ്‌രിബിന്റെ ടൈമിലാണ്, അതായത് റൂമിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്താണ് ഇവിടെ കാണുന്നത്. അതിന്റെ രാവിലെ എന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം ഇവിടെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം കണ്ണടച്ചാൽ ഇതിന്റെ രൂപമാണ് മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തേർഡ് ഇവിടെ കടന്ന് രാത്രി ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്നതും മുന്നിൽ തന്നെ ഇത് നിൽക്കുന്നുണ്ട്. ഇത് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഒന്നായിട്ട് ഇവരുടെ മേത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. എന്തോ ഒരു ഷെൽട്ടർ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ഇതിന് പറ്റുന്നില്ല. അതിന്റെ ദേഷ്യമാണ് ഇതിന്റെ മുഖത്ത് ആകെ ഉള്ളത്. തേർഡ് ഇതിനെ കണ്ടത് ഫ്ലാഷ് ഓണാക്കാൻ അവിടെ നിന്നില്ല, ഫോൺ എടുത്ത് ഇവിടെ ഇറങ്ങി ഓടിയിട്ട് ഉമ്മാമന്റെ ഉപ്പന്റെ റൂം ഉണ്ടല്ലോ അവിടെ പോയിട്ട് കളിച്ചു. ഇതുവരെ ഇവിടെ വിചാരിച്ചത് ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, റൂമിലാണ് ഇതുള്ളതെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് കടന്ന് ഇവിടെ ഉറങ്ങുന്നൊന്നുമില്ല, കാരണം ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഉറക്ക് വരില്ലല്ലോ. ഇവിടെ കണ്ണടച്ച് കിടക്കുന്നത് ഇടയ്ക്ക് കണ്ണുറന്ന് എല്ലായിടത്തും റൂം നോക്കുന്നത്, അങ്ങനെ കിടക്കുന്നതാണ്. ഇടയ്ക്ക് കണ്ണുറന്ന് നോക്കിയത് ഇവിടെ മുന്നിൽ തന്നെ ഈ സംഗതിയിട്ട് നിൽക്കുന്നത്. ഇത്രയായപ്പോ ഇവിടെ ആർത്ത് എല്ലാവരും വീട്ടിലെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആകെ ഷൗട്ട് ചെയ്ത് കരയാൻ തുടങ്ങിട്ടോ. കാരണം ഇവിടെ കുറെ വട്ടം പറഞ്ഞതാണല്ലോ വീട്ടുകാരോട് ഇങ്ങനെ സംഭവത്തിനെ കാണുന്നുണ്ട്, ഇവര് വിശ്വസിക്കാഞ്ഞിട്ടല്ലേ. അതെല്ലാം പറഞ്ഞ് ഇവിടെ ആകെ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ആകെ ഷൗട്ട് ചെയ്ത് കരഞ്ഞ് ഇത്രയായപ്പോ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്തോ ഉണ്ട്, വെറുതെ ഇങ്ങനെ തോന്നലാവില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഉമ്മാമ എന്താക്കി ഖുറാനിലെ ആയത്തും കാര്യങ്ങളൊക്കെ ഓതിങ്ങാണ്ട് ലൈക്ക് ഇങ്ങനെ പ്രാർത്ഥിപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഉമ്മാമന്റെ അടുത്ത് തന്നെ കിടത്തി. ആ ഒരു ടൈമിൽ ഉപ്പപ്പ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ഈ ക്രീം ചാടുന്ന ദിവസം ഉണ്ടല്ലോ ആ ദിവസം ഞാൻ വേലക്ക് പോയിരുന്നു, ഇനി അതിന്റെ വല്ലതും ആവോ എന്നുള്ളത് പറഞ്ഞു. വേല മീൻസ് ഈ കഥ നടക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അവിടെ ഉള്ള ഒരു ടെമ്പിളിലുള്ള ഫെസ്റ്റിവൽ ആണ് ഈ വേല എന്ന് പറയുന്നത്. അതായത് ഇയാളൊരു അസംഷൻ പറഞ്ഞതാട്ടോ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റി ആലോചിക്കൂലേ, എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് വേറെ എവിടെയും പോയി നിൽക്കാത്ത കേട്ടോ. അങ്ങനെ 4th ഡേയും 5th ഡേയും ഇവിടെ ഉമ്മാമന്റെ അടുത്ത് ഈ റൂമിൽ കടന്ന് ആൻഡ് ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇതിനെ കാണുന്നുണ്ട്, പേടിച്ചോടുന്നുണ്ട്, പക്ഷെ ഇത് അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ കോലം കണ്ടിട്ടാട്ടോ പേടിച്ചോടുന്നത്. അങ്ങനെ 6th ഡേ ആയപ്പോ പിന്നെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ട്യൂഷന് നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് വല്ല പ്രശ്നവും കൂടുതൽ പ്രശ്നമാവും എന്ന് വിചാരിച്ചാണ് ഇവരുടെ ഉപ്പാടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഇവരുടെ ഉപ്പാടെ ഫാമിലി എന്ന് പറയുന്നത് ഈ മുസ്ലിം ഫാമിലീസ് തന്നെ റുക്യ പ്രാക്ടീസ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടാവും. റുക്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റിനെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയാം. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഒക്കെ പറ്റുന്നവരെ ഇപ്പൊ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ ഖുറാനിലെ ആയത്തൊക്കെ വെച്ചിട്ടാണ് ഇവര് ഹീൽ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവര് അങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തവരെയാണ് ഈ റുക്യ ചെയ്യുന്നവരെന്ന് പറയാം. അങ്ങനത്തെ ഫാമിലിയാണ് ഇവരുടെ ഉപ്പാടെ ഫാമിലി. ഇവരുടെ ഉപ്പാക്ക് അതിന് കഴിയൂല, പക്ഷെ ഉപ്പാടെ ഉപ്പ, അവരുടെ ഉപ്പ, അതുപോലെ ഉപ്പാടെ അനിയനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടായാലും കണ്ടപാട് ഇവർക്ക് അത് മനസ്സിലാവും, എന്താ ഏതാന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അതിനെന്താണ് പരിഹാരം എന്നുള്ളത്, എന്ത് ആയത്തിലേക്ക് പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് ഇത് മാറുക എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇവരിത് ചെയ്തു കൊടുക്കും. അതാണ് റുക്യ എന്ന് പറയുന്നത്. പൊതുവെ ഇങ്ങനത്തെ കഴിവുള്ളവരൊക്കെ ഇപ്പൊ ഹിന്ദു ഫാമിലീസിലാണെന്നുണ്ടെങ്കിലൊക്കെ ഹോറോസ്കോപ്പ് നോക്കുന്നവരൊക്കെ അവരുടെ മക്കളും പിന്നെ അതന്നെ പ്രൊഫഷൻ ആക്കി എടുക്കലല്ലേ ചെയ്യല്. പക്ഷെ ഇവരുടെ ഫാമിലിയിൽ ആരും ഇത് പ്രൊഫഷൻ ആയിട്ട് എടുത്തവരില്ല കേട്ടോ. ഉപ്പാടെ അനിയനാന്നുണ്ടെങ്കിലും ഉപ്പാടെ ഉപ്പയാന്നുണ്ടെങ്കിലും ഒന്നും ഇത് അറിയില്ല, ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും, പക്ഷെ പ്രൊഫഷനായി എടുക്കുന്നില്ല. നാട്ടിൽ തന്നെ ആർക്കും ചെയ്ത് അങ്ങനെ കൊടുക്കലും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉപ്പാടെ വീട്ടിൽ പോയി ഉപ്പാടെ അനിയൻ ഇവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് എങ്ങനെയാണ് ഇതിനെ കാണാന്, എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇവളെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുത്ത് പിന്നെ ഇവര് കുറെ ഖുറാനിലെ ആയത്തും പ്രാർത്ഥനകളൊക്കെ വെച്ചിട്ടാണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവള് കുറെ ഓക്കെ ആയിട്ടോ. അതായത് ആ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ പിന്നെ ഇതൊന്നും കാണുന്നില്ല. പിന്നെ ഒരു 2 days അവളെ ആ വീട്ടിലായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഉറപ്പൊക്കെ റെഡി ആയിട്ടോ. ആൻഡ് ഈ ടൈമിൽ ഇത് എന്തുകൊണ്ടാണ് വന്നത് എന്താന്നുള്ളതൊന്നും ഇവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ആ ടൈമിൽ ഇവരുടെ വീട്ടിൽ ഇവരുടെ കസിൻസ് ഒക്കെ വന്നിട്ട് ഒരു സൽക്കാരം പോലെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇവരെല്ലാരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവളും വീട്ടിലേക്ക് പോകുന്നു. ഇനി കാണൂല, കാരണം ഇവർ കുറെ പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി കാണൂല എന്നുള്ള കോൺഫിഡൻസിലാണ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് 2 കസിൻസും ഇവളും ഒരു റൂമിലാണ് അന്ന് രാത്രി കിടന്നത്. ആൻഡ് ഇവൾ നന്നായിട്ട് ഉറങ്ങി, ലൈക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് ഈ സംഭവത്തിന് ഇവൾ കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവരുടെ കൂടെയുള്ള ഈ കസിൻസ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഇവളോട് ഉമ്മാനോട് പറഞ്ഞ് ആ റൂമിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും രാത്രി ഒരു ടൈം ആയപ്പോൾ ഇവർ രണ്ടുപേരും ഒരു സ്വപ്നം
സ്വപ്നം കണ്ട് എണീറ്റ് ആകെ പേടിച്ച് ഒന്നും ഉറങ്ങാൻ ഇതാക്കാനൊന്നും പറ്റിയില്ല. ഇവരൊന്നിനെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ റൂമിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ട്, ലൈക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടച്ച പേടിയാവാണ്, എന്തോ ആരോ അടുത്തുള്ള പോലെ തോന്നുമല്ലോ, അങ്ങനെ തോന്നുന്നാണെന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഈ പറയുന്ന കുട്ടിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതോ ഇങ്ങനെയൊക്കെ ഇവൾക്ക് ഉണ്ടായതോ ഒന്നും അറിയില്ല കേട്ടോ, അറിയാഞ്ഞിട്ടാണ് ഇവരിത് പറയുന്നത്. ആൻഡ് ഇത് കേട്ടപ്പോ ഇവരുടെ ഉമ്മാക്കാന്നുണ്ടെങ്കിലും എന്തോ കാര്യമായിട്ട് ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈക്ക് 2-3 ആൾക്കൊന്നും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യൂലല്ലോ. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ അനിയനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തേ. അങ്ങനെ ഉപ്പാടെ അനിയൻ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാം നോക്കിയിട്ട് അവര് പറഞ്ഞ് ഈ ഉമ്മാടെ ഉപ്പ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ വേല നടത്തുന്നുള്ളത്, വേല ശരിക്കും ഒരു ലൈക്ക് ടെമ്പിൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. അതായത് അതില് റിച്വൽസ് ഒക്കെ ഹിന്ദുസിന് മാത്രമേ ചെയ്യാൻ പറ്റുക, ലൈക്ക് പൂജ പോലത്തെ സംഭവങ്ങളൊക്കെ ഹിന്ദുസിന് മാത്രമേ ചെയ്യാൻ പറ്റുക. അതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ അമ്പലത്തിലെ ഒരു ഫെസ്റ്റിവൽ ആകുമ്പോൾ വെടിക്കെട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഓർഗനൈസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അതാണ് ഈ ഉമ്മയുടെ ഉപ്പ കേട്ടോ. എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ഈ ഓർഗനൈസേഴ്സ് തമ്മിലും ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും, ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഈ കഥ നടക്കുന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ വേല നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഉമ്മയുടെ ഉപ്പയാണ്. അങ്ങനെ ഇവർ ഇതിൽ കോമ്പറ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഇവരുടെ ഒപ്പോണൻസ്, അവര് ഇയാൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതാന്നുള്ളത് പറഞ്ഞു. ആ ബ്ലാക്ക് മാജിക്കിൽ ഒരു ക്രീച്ചർ ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ജിന്നോ സോളെന്നോ എന്താ പറയുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ക്രീച്ചർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഇവര് കാണുന്നത് എന്നാണ് ഇവര് പറഞ്ഞത്. അല്ലാണ്ട് ഈ കുട്ടി റിലേറ്റഡ് ഒരു സംഭവം അല്ല എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തേ. ഇത്രയും കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് ഇവള് മാത്രം കണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി ചെയ്തതുകൂടി അല്ല, പിന്നെ എങ്ങനെ ഇവള് കണ്ടെന്നുള്ളതായിരിക്കും. അതിന് ഇവർ പറഞ്ഞത് ഇവരുടെ ഫാമിലി ഇങ്ങനെ റുക്കിയൊക്കെ ചെയ്യുന്ന ഫാമിലി അല്ലേ, അതായത് ഇവരുടെ ഉപ്പാടെ ഉപ്പാക്കും ബാക്കി വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം തിരിച്ചറിയാനും ഹീൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം കാരണമായിരിക്കും ഈ കുട്ടി ഇങ്ങനെ കണ്ടതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരെന്നെ പറഞ്ഞ് ലൈക്ക് ഈ റുക്കിയ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള കാര്യമല്ല, സത്യത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന കഴിവാണ്, അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് ഇത് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഈ കുട്ടീന്റെ കേസിൽ വേറൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഈ ഉപ്പാടെ അനിയന് ഇത് ഹീൽ ചെയ്യാനുള്ള റിസൾട്ട്സ് എല്ലാം ചെയ്തിട്ടാണ്ട് ഈ ബ്ലാക്ക് മാജിക് ഒഴിവാക്കി കൊടുത്തുട്ടോ. ആൻഡ് ഇവർ പറഞ്ഞ തിയറി ഉണ്ടല്ലോ, അത് പ്രൂവ് ചെയ്യുന്ന രീതിക്ക് ഈ കുട്ടിക്ക് കഥന്റെ മുന്നേ ആണെന്നുണ്ടെങ്കിലും ശേഷമാണെന്നുണ്ടെങ്കിലും കുറെ ഇൻസിഡൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കഥ കേൾക്കുമ്പോഴേ നമുക്ക് ഉള്ളായിരിക്കും ഇവളീ ഫസ്റ്റ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഓടാത്തത്, അതായത് നമ്മളൊന്നും റിയാക്ട് ചെയ്യണ മാതിരി എന്താ റിയാക്ട് ചെയ്യാത്തതെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവള് ചെറുതിലെ തൊട്ടന്നെ ഇങ്ങനെ ഷാഡോ ഫിഗേഴ്സിനെ അതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള ലൈക്ക് ഫിഗേഴ്സിനെ ഒക്കെ ഇവള് കാണലുണ്ട് പോലും. അത് ഈ ഇൻസിഡന്റിലെ പോലെ വ്യക്തമായിട്ട് ഇവള് കാണില്ല കേട്ടോ, ഇത് ആദ്യമായിട്ടാണ്. അല്ലാണ്ട് ഷാഡോ പോലത്തെ ക്രീച്ചറിനെ ഇവള് കാണലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് സെൻസ് ചെയ്യാൻ കഴിയലുണ്ട്. ആൻഡ് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു 1 year ആയി. അതിനുശേഷം ഇവള് ഇങ്ങനത്തെ കോലത്തിൽ പിന്നെ ഒന്നിനും കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് ശേഷം ഇവളുടെ ലൈഫിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സിനാരിയോ പറഞ്ഞുതരാം. ഇവരുടെ ഒരു കസിന് ഇവരുടെ വീട്ടിൽ നിൽക്കാൻ വന്ന്, ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്. അങ്ങനെ ഇവർ രണ്ടുപേരും രാത്രി ഒരു റൂമിലാണ് കിടക്കുന്നത്. ഈ കസിന് കിടന്ന പാടെ ഉറങ്ങി, പക്ഷെ ഇവൾക്ക് ഇവളുടെ അടുത്ത് കിടന്നിട്ട് ഭയങ്കര പേടി, ഇതുവരെ ഇല്ലാത്ത ഭയങ്കര പേടിയും, ഇവൾ ഉറങ്ങി കഴിഞ്ഞിട്ടും ഈ റൂമിൽ വേറെ ആരൊക്കെയുള്ള പോലെ തോന്നുക, ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുക. അങ്ങനെ ഇവിടെ രാത്രി ആയപ്പോൾ നമുക്ക് പേടിയായി, ഇവള് റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഹാളിൽ പോയിട്ട് കിടന്നെ. അങ്ങനെ പിറ്റേ ദിവസം ഈ കസിന് ഇവളുടെ വീട്ടിൽ തന്നെ പോയി, കസിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോയി. സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കസിന് ഇങ്ങനത്തെ ഈ ബ്ലാക്ക് മാസ്റ്റർ റിലേറ്റഡ് തന്നെ എന്തോ സംഭവങ്ങൾ, കുറച്ച് ഇഷ്യൂസും രോഗങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങി. ഇങ്ങനത്തെ കുറെ സിനാരിയോസ് ഈ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് കഥ ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് പറയണേ.